ലോകത്തെവിടെ അതിക്രമം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് അമേരിക്കയാണ്. പക്ഷേ അമേരിക്ക എന്താണ് സിറിയയിൽ മിണ്ടാതിരിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് അവർ തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. സിറിയയിലും തങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നു. തങ്ങളുടെ സൈനികർക്ക് നേരെ സമീപകാലത്ത് സിറിയയിലുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് അമേരിക്ക ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിറിയയിലെ ഭീകര സംഘങ്ങൾക്ക് നേരെയാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ശക്തമായ അതിക്രമം അഴിച്ചുവിട്ടത്. അടുത്തിടെ സിറിയയിലെ അമേരിക്കയുടെ സൈനികർക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഇതിനുള്ള പ്രതികരണമായാണ് അമേരിക്കയുടെ തിരിച്ചടി. സിറിയയിലെ ഭീകര സംഘങ്ങളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണമാണ് ഉണ്ടായതെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും നേരെയുണ്ടായ ഒരു തരത്തിലുള്ള ആക്രമണവും വച്ചുപൊറുപ്പിക്കില്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം നിലനിർത്തുമെന്നും സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ജനറൽ മൈക്കൽ എറിക് കുറില്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിറിയയിലെ ആക്രമണത്തിൽ അമേരിക്കൻ സേനയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്നും അമേരിക്കൻ സേനയ്ക്കോ ഉദ്യോഗസ്ഥർക്കോ സഖ്യകക്ഷികൾക്കോ എതിരെ ആക്രമണം തുടർന്നാൽ അതേ രീതിയിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിലധികം ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ നവംബർ 9, 10 തീയതികളിൽ അമേരിക്കയിലെ സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാട്രിക് റൈഡർ അറിയിച്ചിരുന്നു. ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും അമേരിക്കയുടെയും മറ്റും കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന നൂതന ആയുധങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയെന്നും ഹൂതികളുടെ നിയമവിരുദ്ധമായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.